ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ 2 പ്രധാനപ്പെട്ട സൂപ്പർ ഡയലോഗ്സിലേക്കാണ്. വെള്ളാപ്പള്ളി വി.ഡി. സതീശൻ പോര് തുടരുകയാണ്. മുന്നണി അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ? അതായിരുന്നു വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. വി.ഡി. സതീശനെ പരിഹസിച്ച മന്ത്രി വി. ശിവൻകുട്ടി ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടു. ഇന്നലെ വി.ഡി. സതീശനോടുള്ള വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഇങ്ങനെയായിരുന്നു. ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ധൈര്യസമേതം ആ വെല്ലുവിളി ഇന്ന് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തു. എന്നാൽ UDF മികച്ച വിജയം നേടിയാൽ വെള്ളാപ്പള്ളി രാജിവെക്കേണ്ടെന്നും വി.ഡി. സതീശന്റെ ഒളിയമ്പ്. UDFനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും, പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹം മാറണ്ട. UDF 100-ലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറയുന്നത് അദ്ദേഹം രാജിവെക്കരുത്. അദ്ദേഹം ആജീവനാന്ത അവിടെ ഇരുന്നോട്ടെ. വാക്പോര ഇങ്ങനെ തുടരുന്നതിനിടെ ഇന്ന് പരിഹാസവുമായി മന്ത്രി വി. ശിവൻകുട്ടി രംഗത്തെത്തി. അങ്ങനെ ഇതാ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറെടുക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെയായിരുന്നു അല്പം മുമ്പ് മന്ത്രി വി. ശിവൻകുട്ടിയിട്ട ഫേസ്ബുക്ക് കുറിപ്പ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.